വെൽക്കം ടു ലോൺലി റോഡ് സ്കാൻഡിനേവിയ. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയുടെ തുടക്കമാണിത്. എങ്ങോട്ടാണ് ഞങ്ങൾ പോകണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, ഞങ്ങൾ ക്രൊയേഷ്യയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വലിയൊരു കാര്യമാണ് ഈ യാത്രയിൽ ഞങ്ങൾ സാധിക്കാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ക്രൊയേഷ്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ബാൾക്കൻ രാജ്യമാണ്. ഇതിൻ്റെ ക്യാപിറ്റലാണ് സഗ്രേബ്. ഇവിടുത്തെ ലാംഗ്വേജ് ക്രൊയേഷ്യനാണ്. ഇത് ഷെങ്കൻ ഏരിയയിൽ പെട്ടതാണ്. ഇപ്പോൾ കറൻ്റ്ലി EUയിലും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് യൂറോയുമാണ്. ഇനി പ്രധാനപ്പെട്ട നഗരങ്ങൾ സഗ്രീബ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ പിന്നെ സ്പ്ലിറ്റ്, ദെൻ ഡുബ്രോവനിക്, സദാർ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് സിറ്റികൾ. ഈ ക്രൊയേഷ്യയുടെ ഒരു ഭാഗം മുഴുവനും അഡ്രിയാറ്റിക് സീ ആണ്. അഡ്രിയാറ്റിക് സീയുടെ കോസ്റ്റൽ ഏരിയയിലാണ് ക്രൊയേഷ്യ കിടക്കുന്നത്. ഇതിന് പണ്ട് ഞാനും അനുപമോനും കൂടെ പിടിക്കാറുണ്ട്. Yes, Kanava. Where are we now? Split. ചൂടെടുക്കുന്നുണ്ടോ? എത്ര ഡിഗ്രി സെൽഷ്യസാ? 18. നമ്മൾ എത്രയിന്നാ വന്നത്? യെസ്. ക്രൊയേഷ്യയിൽ നമുക്ക് പ്രധാനമായിട്ട് ബീച്ചുകളാണ് കേട്ടോ കാണാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് സ്പ്ലിറ്റ്, ഡുബ്രോവനിക്, സദാർ എന്നീ 3 സ്ഥലങ്ങളായിരിക്കും. അതിൽ തന്നെ സ്പ്ലിറ്റിലേക്കും സദാറിലേക്കും ആയിരിക്കും കുറച്ചും കൂടെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയത് ഈ 2 സ്ഥലത്തേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വന്നിരിക്കുന്നത് സ്പ്ലിറ്റിലേക്കാണ്. അവിടെ നിന്ന് ഇതാ ഞങ്ങൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. Really popular city. 15 degrees for winter. Yes, that's common for us. And in the night it's around Let's 7. Night round? No, night. When it's night, it's 7. ക്രൊയേഷ്യ. So during the day, it's 30 15. നാട്ടിൽ വന്ന പോലത്തെ ഒരു കുലുക്കം അനുഭവപ്പെടുന്നുണ്ടോ? നാട്ടിൽ വന്ന പോലെ ഒരു കുലുക്കം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹലോ, സോ വാട്ട് ഈസ് യുവർ നെയിം? Ivan. Ivan. Thank you, Ivan, for the interesting ride. Always. Thank you. Bye. I want to come. See you again. Enjoying Croatia. Thank you. ക്രൊയേഷ്യ ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പഴയ യുഗോസ്ലാവിയയുടെ ഭാഗമാണ് ക്രൊയേഷ്യ. അപ്പോൾ നമുക്ക് വീണ്ടും ക്രൊയേഷ്യയിലേക്ക് തിരിച്ചു വരാം കേട്ടോ. ക്രൊയേഷ്യ ഇപ്പോൾ ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമാണെങ്കിലും പണ്ട് യുഗോസ്ലോവിയയുടെ ഭാഗമായിരുന്നു. അതിപ്പോൾ യുഗോസ്ലാവിയ പലതായിട്ട് വേർപിരിഞ്ഞ് സ്ലൊവേനിയ, ഹംഗറി, സെർബിയ, ബോസ്നിയ, മോണ്ടിനിഗ്രോ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ നൈബറിങ് ആയിട്ടുള്ള രാജ്യങ്ങൾ. കൂടാതെ കടലിൻ്റെ അപ്പുറത്ത് ഇറ്റലിയുമുണ്ട്. ഇനി കുറച്ച് ഫൺ ഫാക്ട്സ് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ടൗണ് ഈ ക്രൊയേഷ്യയിലാണത്രേ. ഹും എന്നാണ് ആ ടൗണിൻ്റെ പേര്. ഇനി ഓൾഡസ്റ്റ് ടൗൺ എന്ന് പറയുന്നതും ക്രൊയേഷ്യയിലാണ്. അതാണ് നമ്മുടെ ദി സ്പ്ലിറ്റ്. ഇനി ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് എല്ലാവർക്കും അറിയാമല്ലോ, ക്രൊയേഷ്യൻ ടീമിനെ ഫുട്ബോൾ തന്നെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വിസ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന കുറേ ദ്വീപുകളുണ്ട്. സ്പ്ലിറ്റിൽ അടുത്തടുത്തായിട്ട് അങ്ങനെ പറഞ്ഞ കുറേ ദ്വീപുകളുണ്ട്. അപ്പോൾ ആ ദ്വീപുകൾക്ക് ഒരു ടൂറ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ. അപ്പോൾ അതിനോട് ഒരുപാട് ക്രൂയിസ് ഉണ്ട് കേട്ടോ. പക്ഷെ
ഫെറി. അപ്പോൾ ഈ ഫെറി നമ്മൾ ടൈമിങ്സ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഫെറിയിൽ കയറി നമുക്ക് വിസ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ ഇപ്പോൾ. അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ദ്വീപിലേക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതിൽ ആ പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ക്രൊയേഷ്യക്ക് ഒരു നിക് നെയിം ഉണ്ട്. എന്താണെന്നറിയോ? ദ ലാൻഡ് ഓഫ് 1000 ഐലൻഡ്സ്. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അവിടെ ഇഷ്ടം പോലെ ഐലൻഡ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. സ്പ്രിത്തിൽ ചെന്ന ശേഷം നമ്മളൊരു ക്രൂയിസ് എടുത്ത് ഏറ്റവും അടുത്തുള്ള ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കളർ കണ്ടോ? പ്രത്യക്ഷമായിട്ട് തന്നെ കളർ വ്യത്യാസമല്ലേ? ഈ കളറാണ് ക്രൊയേഷ്യയിലെ എല്ലാ ക്രൊയേഷ്യയുടെ കടലുകളുടെ നിറം ഇതാണ്. പലതരത്തിലുള്ള മുടിയിലാണ്. ഈ ഫെറിയുടെ അകത്തുള്ള കഫേ ബാറാണിത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്. നമ്മൾ മുകളിലിരുന്ന് തണുപ്പും ചൂടും കാരണം വിഷമിച്ച കാരണം 2.5 മണിക്കൂർ ജേർണി ഉണ്ട്. ഞങ്ങളിതാ ഇവിടെ വന്നിരിക്കുകയാണ്. പുറത്തേക്ക് കാണിച്ചിലൂടെ നമുക്ക് ജനലുണ്ട്. ഇത് എത്ര നില കപ്പൽ പോലെയാണല്ലോ സാധനം. ഇത് എത്ര നിലയാ? 3-4 നിലയല്ലേ? നമ്മുടെ ഏറ്റവും മുകളിലായിരുന്നു. ഇത് താഴേന്ന് 1ാമത്തെ നിലയാണ്. ഈ ഐലൻഡുകൾ ഫാർ, വിസ്, ബ്രാക്, ബിസേവോ ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഐലൻഡുകൾ ഇവിടെ ഉണ്ട്. അതിൽ ബിസേവോ ഐലൻഡിനടുത്താണ് ലോക പ്രശസ്തമായ ബ്ലൂ കേവ്സും ബ്ലൂ ലഗൂൺസും ഉള്ളത്. രണ്ടും വേറെ വേറെയാണ് കേട്ടോ. ബ്ലൂ ലഗൂൺസിൽ നമുക്ക് സ്വിം ചെയ്യാനും സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ പറ്റുമെങ്കിലും ബ്ലൂ കേവിൽ ഇതൊന്നും പറ്റില്ല. സ്വിമ്മിങ് മാത്രമേ പറ്റുള്ളൂ. സ്വിമ്മിങ് ഒന്നും അവിടെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ രണ്ടിടത്തും നമുക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങോട്ടേക്ക് പോകാനായിട്ട് സ്പ്ലിറ്റിൽ നിന്ന് ക്രൂയിസ് അല്ലെങ്കിൽ സ്പീഡ് ബോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഡോൾഫിൻസിനെയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. ഈ പറഞ്ഞ കേവിലേക്ക് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ടൂറായിട്ട് തന്നെ പോകണം. അവിടെ വരെ നമ്മൾ ഒറ്റയ്ക്ക് ചെന്നാലും ബിസേവോ ദ്വീപിലേക്ക് വരെ ഒറ്റയ്ക്ക് ചെന്നാലും അവിടെ നമുക്ക് ഒരു ഗൈഡഡ് ടൂർ പോലെ മാത്രമാണ് ആ കേവിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി 90 മിനിറ്റോളം ക്രൂയിസ് എടുക്കും കേട്ടോ ഇവിടെ നിന്ന് ബ്ലൂ കേവ് വരെ എത്താനായിട്ട്. 110 യൂറോ മുതൽ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 110 യൂറോ തൊട്ട് 3000 യൂറോ വരെ അതിന് കോസ്റ്റ് ആവും. ടാക്സി വന്നില്ലെങ്കിൽ ഇവിടെ പെട്ടുപോകും. ഞങ്ങൾ കൂടെ US മറ്റേ അമേരിക്കൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഹോണ്ടഡ് വീടുകളൊക്കെ കയറി ഇറങ്ങി ഈ മലകളൊക്കെ കയറി ഇറങ്ങി വേണം ഞങ്ങൾ പോകാനായിട്ട്. ഈ സ്പ്ലിറ്റിലെ ബീച്ചുകളാണ് ഏറ്റവും പ്രധാനം. പെബിൾഡ് ആയിട്ടുള്ള ബീച്ചുകളും സാൻഡി ആയിട്ടുള്ള ബീച്ചുകളും ധാരാളം ഉണ്ട്. ഞങ്ങൾ പെബിൾ ആയിട്ടുള്ള ഒരു ബീച്ച് നോക്കി പോവുമായിരുന്നു. നോക്ക്, ഈ ക്രൊയേഷ്യൻ കടലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. കടലിലെ വെള്ളത്തിന്റെ നിറം പല കളർ വെള്ളമാണ്. അക്വാട്ടിക് ബ്ലൂ തൊട്ട് എമറാൾഡ് ഗ്രീൻ വരെ മാറി മാറി വരുന്ന കളറുകളാണ് ഈ കടലിനുള്ളത്. കാരണം ഇത് ആൽപ്സ് പർവ്വതനിര, സ്ലൊവേനിയൻ ആൽപ്സ് പർവ്വതനിരകൾ ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഡാൽമേഷ്യൻ കോസ്റ്റ് എന്നറിയപ്പെടുന്ന ക്രൊയേഷ്യൻ തീരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന ലൈം സ്റ്റോണിന്റെ സ്വാധീനം ഈ വെള്ളത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഈ കളറ്. അപ്പോൾ ഞങ്ങള് ഈ വിസ് എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് ഇപ്പോൾ ക്രൂയിസ് ചെയ്ത് വന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങള് നല്ലൊരു ബീച്ച്, തിരക്കൊന്നുമില്ലാത്തൊരു ബീച്ച് കണ്ടുപിടിച്ച് കുറച്ചു നേരം എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ക്രൂയിസ് വഴി ഇങ്ങോട്ട് വരാമെന്ന്. അതേപോലെ തന്നെ നമുക്ക് നേരിട്ട് സ്പ്ലിറ്റിൽ നിന്ന് സ്പീഡ് ബോട്ടും എടുക്കാം കേട്ടോ. സ്പീഡ് ബോട്ട് ഇതേപോലെ 90 മിനിറ്റിനടുത്തുണ്ട്. 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് സ്പീഡ് ബോട്ട് എടുക്കുന്നത്. ഇതേ റേറ്റ് തന്നെ ഏകദേശം വരികയും ചെയ്യും. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ സീസൺ ടൈം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഗുഹയൊക്കെ അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഈ ചില ഫെറികളൊന്നും ആ ടൈമിന് ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഷോൾഡർ മന്ത്സ് എടുക്കാതെ സീസണിന് വന്നാലാണ് ഇത് കാര്യം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമാണ് നടക്കുകയുള്ളൂ. ഈ ക്രൊയേഷ്യയുടെ ഒരു പ്രത്യേകത പറയട്ടെ, സൺഷൈൻ സ്റ്റേറ്റ് എന്നാണ് ക്രൊയേഷ്യനെ വിളിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അത്ര ഇത്. അതുപോലെ തന്നെ സദാറിലെ സൂര്യാസ്തമനങ്ങളാണ് അത്ര ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സൂര്യാസ്തമയങ്ങൾ.
അപ്പോൾ ഒരുപാട് ക്രൂയിസ് ട്രിപ്പ് സൂര്യാസ്തമയം കാണാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ ക്രൂയിസിലൊന്നും പോയില്ല, പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ബീച്ചുകളുണ്ട്. രാജുനി ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം എൻജോയ് ചെയ്തു ആ ബീച്ചിലെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ, അതിൻ്റെ വേണ്ടി കുറച്ച് കാര്യത്തിന് ഒരു മാളിൽ പോയതാണ്. അപ്പം നമ്മൾ ക്രൊയേഷ്യ ഗ്രോസറികളൊന്നും വില നോക്കാൻ നല്ല ലാഭമുണ്ട്. ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി ഓൾമോസ്റ്റ് സെയിം റേറ്റ് ആണ്. ന്യൂയോർക്കർ കുറച്ച് റേറ്റ് കുറവ് തോന്നും, പക്ഷെ ഇത് നല്ല ലാഭം. 10 ക്രോണ ഓൾമോസ്റ്റ് 10 ക്രോണ. ഈ പണ്ടാരത്തിനോട് 40 രൂപ 50 രൂപയ്ക്കാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രൊയേഷ്യയിലെ തന്നെ ഏറ്റവും പഴയ ടൗണുകളിൽ ഒന്നുള്ളത് ഈ സ്പ്ലിത്തിലാണ്. സ്പ്ലിത്തിൻ്റെ ഓൾഡ് ടൗൺ ആണ് ഏറ്റവും പഴയ ഒരു ടൗൺ എന്ന് പറയുന്നത്. റോമൻ എംപയർ ഉണ്ടാക്കിയിരിക്കുന്ന ടൗൺ ആണിത്. അതിൻ്റെ ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സെൻ്റർ ആണ്. ഡയോക്ലീഷ്യൻസ് പാലസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത്. ആ പാലസ് കാണാൻ വേണ്ടിയാണ് ഇത് അടുത്ത ദിവസം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പ്ലിത്തിൽ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 3 ദിവസം ഉണ്ടെങ്കിൽ പോലും കണ്ടു തീരാത്തത്ര കാഴ്ചകൾ നമുക്ക് സ്പ്ലിത്തിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ ക്രൂയിസ് ടൂർ എടുക്കുകയാണെങ്കിൽ അത് 5 ദ്വീപുകൾ കവർ ചെയ്തിട്ടാണ് ഈ ബ്ലൂ കേവ് വരെ പോകുന്നത്. അപ്പോൾ 5 ദ്വീപുകളിൽ നമ്മൾ നിന്ന് നമുക്ക് ആ കേവിൽ പോകാനും അവിടെ എൻജോയ് ചെയ്യാനും ഒക്കെ സാധിക്കും. കൂടാതെ ഇവിടെ നിന്ന് ഡേ ട്രിപ്പ് വെച്ചിട്ട് ഗോഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ഗെയിം ഓഫ് ത്രോൺസ്, അതാണ് ഞാൻ ആദ്യം പറയാൻ വന്നത്. ഈ ക്രൊയേഷ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പൊ ഇത്രയും പോപ്പുലേറ്റഡ് ആവാനും തിരക്ക് വരാനും ഉണ്ടായ കാര്യം ഇതാണ്. ഗോട്ട് അഥവാ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന വെബ് സീരീസിന്റെ മെയിൻ ലൊക്കേഷൻസ് ഈ ഡുബ്രൂവനിക് എന്ന് പറയുന്ന സിറ്റിയിലും പിന്നെ കുറെ ഭാഗം സ്പ്ലിത്തിലുമായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റിലും ഞങ്ങൾ ഒരുപാട് ടൂറിസ്റ്റുകളെ കണ്ടു. ഞങ്ങൾ ഈ 2 സ്ഥലത്തും ഒരുപാട് US നിന്നും കാനഡയിൽ നിന്നുള്ളൊക്കെ ടൂറിസ്റ്റുകളെ ഇവിടെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഈ സ്പ്ലിറ്റിൻ്റെ അതായത് ക്രൊയേഷ്യയുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഓവർ ടൂറിസം ആണെന്നാണ് പറയുന്നത്. സ്പ്ലിറ്റിന് അല്ലെങ്കിൽ ഡിബ്രോവനിക്കിന് ഇത് താങ്ങാൻ പറ്റുന്നില്ല അത്രേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിനെ പറ്റി പറഞ്ഞില്ലേ, അത് ഗോഡ് സിറ്റി കാണുക എന്നുള്ളതായിരുന്നു, ഗെയിം ഓഫ് ത്രോൺസ് സിറ്റി കാണുക എന്നുള്ളതായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് വന്നപ്പോൾ തുടങ്ങി ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഡുബ്രോവനിക് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അതൊന്ന് പോയി കാണണം എന്നുള്ളത്. കുറെ ഭാഗങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഡനേഴ്സിന്റെ ഡ്രാഗൺസിനെ കൊണ്ട് കെട്ടിയിടുന്ന അണ്ടയിൻ്റെ പാർട്സ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡോം പോലുള്ള ഭാഗത്താണ്. നമ്മൾ ആദ്യം കണ്ട ഡോം പോലുള്ള ഭാഗത്താണ് അവരെ കെട്ടിയിടുന്ന സീനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പ്ലിത്തും ഈ ഡുബ്രോവനിക്കൊക്കെ കാണാനായിട്ട് ഏറ്റവും പറ്റിയ സമയം മെയ് തൊട്ട് ജൂൺ വരെയും സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം സീസൺ കഴിയുന്നതോടുകൂടി അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഏറ്റവും വലിയൊരു ഫൺ ഫാക്ട് പറയട്ടെ ഞാൻ. നമ്മുടെ ഡാൽമേഷ്യൻ പട്ടിയില്ലേ, ഡാൽമേഷ്യൻ നായ, അത് ഇവിടെ നിന്നാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ കോസ്റ്റിനെ, ഈ അഡ്രിയാറ്റിക് സീയുടെ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡാൽമേഷ്യൻ കോസ്റ്റ്. അപ്പോൾ അവിടെയാണ്, ഈ ഡാൽമേഷ്യൻ കോസ്റ്റിലാണ് ഇത്രയും മനോഹരങ്ങളായ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന നീല നിറമുള്ള ബീച്ചുകൾ മുഴുവുള്ളത് ഈ ഡാൽമേഷ്യൻ കോസ്റ്റിലാണ്. അവിടുത്തെ ഒരു പ്രത്യേക വർഗത്തിന്റെ പേരാണ് കേട്ടോ ഈ ഡാൽമേഷ്യൻ കോസ്റ്റ്. അങ്ങനെയാണ് ആ പേര് വന്നത്. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറേയധികം പറയേണ്ടി വരും. പക്ഷെ എന്തായാലും അതുകൊണ്ടാണ് ആ പട്ടികൾക്ക് ഡാൽമേഷ്യൻ പട്ടികളെന്ന് പേര് വന്നത് കേട്ടോ. ഇവിടെ അല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്.
ഹോഗ്വാർട്സ് കപ്പും ഉണ്ട്. റാവൻക്ലോ, ഗ്രിഫിൻഡോർ, സ്ലിത്തറിൻ, അങ്ങനെ മിക്സ്. അഫിൾ പഫ്, പക്ഷെ അഫിൾ പഫ് ഇല്ല ഇവിടെ. അപ്പോൾ ഇത് യുനെസ്കോ ഹെറിറ്റേജ് സെന്ററും കൂടെയാണ് കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റിൽ മെയിൻ ആയിട്ട് കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അവിടുത്തെ ഓൾഡ് ടൗൺ കാണണം, അവിടെ നിന്നുള്ള 5 ഐലൻഡുകളുണ്ട്, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് സന്ദർശിക്കണം. ബ്ലൂ കേവോ ബ്ലൂ ലഗൂണോ ഏതെങ്കിലും ഒന്ന് കാണണം. ഞങ്ങൾക്കത് രണ്ടും കാണാൻ പറ്റിയില്ല കേട്ടോ. ഗുഡ് മോർണിംഗ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സീസൺ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഫെറി എല്ലാം അവർ കുറച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് പോയിട്ട് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദ്വീപിൽ താമസിക്കുകയാണെങ്കിൽ, ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ കേവോ ലഗൂണോ എന്തെങ്കിലും വേണമെങ്കിൽ കണ്ടിട്ട് പോരാൻ പറ്റും കേട്ടോ. കൂടാതെ ഇവിടെ നിന്ന് ഡുബ്രോവനിക്കിലേക്ക് നമുക്ക് ഡേ ടൂറുകൾ പോകാൻ പറ്റും. അത് ഐദർ നമ്മൾ ഈ ക്രൂയിസിൽ തന്നെ 5 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാം. ട്രെയിൻ ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഫ്ലക്സ് ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലക്സ് ബസ്സിൽ കയറി നമുക്ക് ഡുബ്രോവനിക്കിലേക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യയിൽ സ്പ്ലിറ്റിൽ താമസിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ സ്പ്ലിറ്റിന്റെ 3 ഭാഗങ്ങളിലുമായിട്ടാണ് സദാറും സെഗ്രിബും ഡുബ്രോവനിക്കും കിടക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് പോകാൻ എളുപ്പം സ്പ്ലിറ്റിലായിരിക്കും. ഋതംബര നീന്തി അങ്ങ് പോയല്ലോ. എന്തായാലും സ്പ്ലിറ്റിനോട് യാത്ര പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി ഈ വെള്ളം ഒന്ന് അനുഭവിക്കാമെന്ന് കരുതുമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നീന്തൽ അറിയാം, അപ്പോൾ അവരെല്ലാം അതിലൊന്ന് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിനി അടുത്തത് പോകാനുള്ളത് ഞങ്ങളുടെ ഡ്രീം പ്ലേസിലേക്കാണ്, ഡുബ്രോവനിക്.